ശശി തരൂർ MP അതിരുകടക്കുകയാണ്. ഇനി എത്ര വലിയ വിശ്വപൗരനാണെങ്കിലും പാർട്ടിയുടെ ചട്ടക്കൂടിൽ നിന്നും പുറത്തു കടന്നാൽ മൂക്കുകയറിടേണ്ടത് അത്യാവശ്യമാണ്. അതിന് KPCCക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതാണ് ഈ നിർണായക ഘട്ടത്തിൽ ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് രംഗത്ത് വന്നിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിനെ പ്രശംസിച്ചുകൊണ്ടുള്ള ലേഖന വിവാദത്തിൽ ശശി തരൂർ MPക്ക് ശക്തമായ മറുപടി നൽകിയിരിക്കുകയാണ് മുസ്ലിം ലീഗ്. കോൺഗ്രസിന് അത്രയ്ക്കും മറുപടി നൽകാനോ നടപടിയെടുക്കാനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. താൻ വ്യവസായ മന്ത്രിയായ കാലത്തെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടാണ് ശശി തരൂരിന് മറുപടിയുമായി PK കുഞ്ഞാലിക്കുട്ടി രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് AK ആന്റണി സർക്കാരിന്റെ കാലത്താണ് കേരളത്തിന്റെ വ്യവസായ ഭൂപടം കണ്ടതിൽ ഏറ്റവും വലിയ വികസനമുണ്ടായത് എന്നും ആ ഭൂപടം തന്നെ മാറിയത് എന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് ശശി തരൂരിനെ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്. AK ആന്റണി മന്ത്രിസഭയിൽ വ്യവസായ മന്ത്രിയായിരുന്നു കുഞ്ഞാലിക്കുട്ടി. ആ വ്യവസായ മന്ത്രി ആയിരിക്കെ കേരളത്തിൽ നടപ്പിലാക്കിയ പദ്ധതികളെ കുറിച്ചും PK കുഞ്ഞാലിക്കുട്ടി എടുത്തു പറഞ്ഞ് ശശി തരൂരിനെ ഓർമ്മപ്പെടുത്തി. കിൻഫ്രയും ഇൻഫോ പാർക്കും എല്ലാം തുടങ്ങിയത് UDF സർക്കാരാണെന്നും അക്കാലത്ത് പ്രതിപക്ഷം വലിയ സമരമുണ്ടാക്കിയിരുന്നുവെന്നും PK കുഞ്ഞാലിക്കുട്ടി ശശി തരൂറിന് പറഞ്ഞുകൊടുത്തു. ശശി തരൂർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു സുപ്രഭാതത്തിൽ കേരളത്തിലെത്തി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാവുകയും ലോകസഭയിലെത്തുകയും ഒക്കെ ചെയ്ത ആളാണ്. പക്ഷേ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവും ചരിത്രവുമുള്ള UDF എന്ന മുന്നണി കേരളത്തിൽ എന്തൊക്കെ നടപ്പിലാക്കി എന്നുള്ളത് ഒരുപക്ഷെ ശശി തരൂരിന് അറിയണമെന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നിലവിലെ LDF സർക്കാരിനെ പുകഴ്ത്തിക്കൊണ്ട് ഒരു കോൺഗ്രസ് MP കടന്നു വരാൻ കാരണം. അതിനുള്ള മറുപടിയും താക്കീതുമാണ് ഇപ്പോൾ UDFന് വേണ്ടി മുസ്ലിം ലീഗ് നൽകിയിരിക്കുന്നത്. UDF പ്രതിപക്ഷത്തായപ്പോൾ ആ നിലപാടല്ല സ്വീകരിച്ചത്, വികസനത്തിന് വേണ്ടി നിലകൊണ്ടു എന്ന് കുഞ്ഞാലിക്കുട്ടി ഓർമ്മിപ്പിക്കുകയാണ്. വികസനത്തിൽ സഹകരിച്ചവരാണ് UDF. ഇടതുപക്ഷം UDF സർക്കാരുമായി സഹകരിച്ചിട്ടേയില്ല. കേരളം നിക്ഷേപ സൗഹൃദ സംസ്ഥാനമല്ലതിന് കാരണം ഇടതുമുന്നണിയാണ്. ആ തൊപ്പി അവർക്കാണ് ചേരുകയെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിരിക്കുന്നു. വ്യവസായ നയങ്ങളിലെ എല്ലാ മാറ്റങ്ങൾക്കും കാരണം UDF തന്നെയാണ്. ഇടതുപക്ഷം മാത്രമാണ് തടസ്സം നിന്നത്. നെഗറ്റീവ് നിലപാടായിരുന്നു അന്ന് ഇടതുപക്ഷം സ്വീകരിച്ചത്. രാഷ്ട്രീയ വിമർശനം പറയേണ്ട വേദിയിൽ അത് പറയുമെന്നും കുഞ്ഞാലിക്കുട്ടി ഓർമ്മിപ്പിക്കുന്നു. ശശി തരൂർ ഇന്ന് കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ടെന്നും അതിൽ UDF സർക്കാരിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്നും രാഷ്ട്രീയ സാഹചര്യം ലീഗ് ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും PK കുഞ്ഞാലിക്കുട്ടി മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. അത് പറയേണ്ട സ്ഥലത്ത് പറയാൻ കെൽപ്പുള്ള പാർട്ടിയാണ് ലീഗ് എന്നും ശശി തരൂരിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി പറയുമ്പോൾ ഇനി കോൺഗ്രസിനകത്തെ ഇങ്ങനെയുള്ള തമ്മിൽ തല്ലുകൾ അനുവദിച്ചു നൽകാൻ ലീഗ് തയ്യാറല്ല എന്നുള്ളതിന്റെ സൂചനയാണ് അവർ നൽകിയിരിക്കുന്നത്. UDF സർക്കാരിന്റെ എല്ലാ വികസന പദ്ധതികളും ഇടതുപക്ഷം തടഞ്ഞത് ശശി തരൂരിന് ഓർമ്മയില്ലേ എന്നാണ് കുഞ്ഞാലിക്കുട്ടി ചോദിക്കുന്നത്. 5 വർഷം കൊണ്ട് UDF ഉണ്ടാക്കിയ വികസനം 9 വർഷമായിട്ടും LDFന് സാധ്യമായിട്ടില്ല എന്നും PK കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. നിർണായകമായ ഒരു ഘട്ടത്തിൽ പാർട്ടിയെ ഇങ്ങനെ പ്രതിസന്ധിയിലാക്കുന്ന നേതാക്കന്മാരെ നിലക്ക് നിർത്താൻ കോൺഗ്രസിനും KPCCക്കും കഴിയാതെ വന്നപ്പോഴാണ് മുസ്ലിം ലീഗ് ഇടപെട്ടിരിക്കുന്നത്. വലിയ സന്ദേശമാണ് അവർ നൽകുന്നത്. തരൂരിനെ മുൻനിർത്തി ആര് തെരഞ്ഞെടുപ്പിനെ നേരിട്ടാലും അവർക്കത് ഗുണമാകുമെന്ന ഒരു പൊതു കണക്ക് കൂട്ടലിനെ വെച്ചുകൊണ്ട് ശശി തരൂർ വിലപേശുകയാണോ എന്നൊരു സംശയമുണ്ട്. അതിന് തടയിടാൻ KPCCക്ക് കഴിയുന്നില്ലെങ്കിലും മുസ്ലിം ലീഗ് അതിന് തയ്യാറായത് ഏതായാലും നന്നായിരിക്കുന്നു.